Hi all, it's me Shahin Bakar, faculty for Business Law and Ethics. You know what quasi-contract? സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് എന്ത് ക്വാസി കോൺട്രാക്ട്. ബട്ട് ഈസി ആയിട്ട് നല്ല ടെക്നിക്കൽ ടേംസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇത് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് മീൻസ് എ വാലിഡ് കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ ലോ. It's a valid contract created by law. Law itself create a contract is known as quasi-contract. Based on the principles equity, justice, conscience. No one can enrich with the expense of others, or no one should grow with the expense of others. Nemo debet locu plateri ex alina jectura. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ എക്സ്പെൻസ് കൊണ്ട് ഒരുത്തരും എന്തായി ജീവിക്കണ്ട, റിച്ച് ആയിട്ട് എന്ത് ചെയ്യണ്ട, ജീവിക്കണ്ട. വേറൊരാളെ എക്സ്പെൻസ് കൊണ്ട് ഒരുത്തരും എന്തായിട്ട് ജീവിക്കണ്ട, റിച്ച് ആയിട്ട് എന്ത് ചെയ്യണ്ട, ജീവിക്കണ്ട. നമുക്ക് അവകാശപ്പെടാത്ത എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ ഇക്വിറ്റി, അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ ജസ്റ്റിസ്, അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ കോൺഷ്യൻസ്, മനസ്സാക്ഷി. ഓക്കെ, അപ്പം ഇതൊരു സാധാരണ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 10 പറഞ്ഞിട്ടുള്ള എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. എന്നാൽ നിയമം പറയാണ് ഇതൊന്നും ഇല്ലെങ്കിലും എന്താവും, ഒരു കോൺട്രാക്റ്റ് എന്താവും, വാലിഡ് ആവും. എന്തിൻ്റെ അണ്ടറിൽ? ക്വാസി കോൺട്രാക്റ്റിന്റെ അണ്ടറിൽ. വിച്ച് മീൻസ് quasi contract is a valid contract created by law. No one can enrich with the expense of others, or no one should grow with the expense of others. Nemo debet locu plateri ex alina jectura. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഞാൻ ഒറ്റൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി വീട്ടിലോട്ട് പോകുമായിരുന്നു. എൻ്റെ ഡയമണ്ട് നെക്ലേസ് കളഞ്ഞു പോയി. അത് ആർക്ക് കിട്ടി? മിസ്റ്റർ എക്ക് കിട്ടി. മിസ്റ്റർ എനെ നിയമപരമായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ലൈക്ക് എ ബെയിലി. ഈ ഗുഡ്സ് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. ആർക്ക്? അതിൻ്റെ ട്രൂ ഓണർക്ക്. ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, ഈ ഡയമണ്ട് നെക്ലേസ് ഇതിൻ്റെ ട്രൂ ഓണർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 10 പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് പോലും ഇല്ല. ഓഫർ ഇല്ല, അക്സെപ്റ്റൻസ് ഇല്ല, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല, ലോഫുൾ കൺസിഡറേഷൻ ഇല്ല, കോമ്പീറ്റൻസ് ഇല്ല, ഫ്രീ കൺസെൻറ്റ് ഇല്ല, ക്യാപ്പബിൾ ഓഫ് ബീങ് പെർഫോംഡ് എന്നുള്ള സംഭവം ഇല്ല, സെർട്ടനിറ്റി ഇല്ല, എൻഫോഴ്സബിലിറ്റി ഇല്ല. ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഗുഡ്സ് എന്ത് ചെയ്യണം? ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യണം? ഇതിൻ്റെ റിയൽ ഓണർക്ക് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. അത് തിരിച്ച് കൊടുക്കണം എന്ന് പറയാണ് ആര്? ലോ. വിച്ച് മീൻസ് ഇറ്റ്സ് എ വാലിഡ് കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ ലോ. അങ്ങനെ എൻ്റെ പണം കൊണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഡയമണ്ട് നെക്ലേസ് ഉപയോഗിച്ചുകൊണ്ട് ആര് റിച്ചായി ജീവിക്കണ്ട? ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യണ്ട? റിച്ചായിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യണ്ട? ജീവിക്കണ്ട. അതെനിക്ക് എന്ത് ചെയ്യണം? തിരിച്ച് എന്ത് ചെയ്യണം? തരണം. അത് തരലാണ് എന്ത്? ജസ്റ്റിസ്. അത് തരണം എന്നാണ് ആര് പറയുന്നത്? നിയമം പറയുന്നത്. എന്തിൻ്റെ അണ്ടറിൽ? ക്വാസി കോൺട്രാക്റ്റിൻ്റെ അണ്ടറിൽ. അതിന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 പറഞ്ഞ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ പോലും അതെന്ത് ചെയ്യണം? ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ച് തരണം. ദാറ്റ് ഈസ് ക്വാസി കോൺട്രാക്ട്. No one should grow with the expense of others, or no one can enrich with the expense of others. Nemo debet locu plateri ex alina jectura.